അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവർ, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. പരിശുദ്ധമായ റമദാനിന് മുന്നോടിയായി ശഅബാൻ 15-ന് എല്ലാ വർഷവും ബറാഅത്ത് രാവിൽ നമ്മൾ ധാരാളം അമലുകൾ ചെയ്യാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധമായ ബറാഅത്ത് രാവിന്റെ പോരിഷകളെ കുറിച്ച് ധാരാളം ഹദീസുകളുണ്ട്. മഹാനായ സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, പരിശുദ്ധമായ ബറാഅത്ത് രാവിൽ, അതായത് ശഅബാൻ 14-ന്റെ രാത്രിയിൽ 15-ാം രാവ് ആരെങ്കിലും സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കി കഴിഞ്ഞാൽ അവന്റെ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു വെള്ളിയാഴ്ച സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കിയാൽ ഒരാഴ്ചയിലെ പാപങ്ങൾ അല്ലാഹു തആല അവന്റെ പുറത്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഒരാൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കിയാൽ അവന്റെ ആയുസ്സിലെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുന്ന പരിശുദ്ധമായ ഈ വാക്യം നമുക്ക് മനസ്സിലാകും ഒരുപാട് ശ്രേഷ്ഠതകൾ പരിശുദ്ധമായ ബറാഅത്ത് രാവിന് ഉണ്ട് എന്നുള്ളത്. പരിശുദ്ധമായ ബറാഅത്ത് രാവിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ ജന്നത്തുൽ ബഖീയിൽ ചെന്ന് പ്രത്യേക പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, പരിശുദ്ധമായ ബറാഅത്ത് രാവിന്റെ ശേഷം ശഅബാൻ 15-ന് പ്രത്യേകം സുന്നത്തായിട്ടുള്ള നോമ്പിന് എങ്ങനെ നിയത്ത് ചെയ്യണം, അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ തന്നെ നവൈതു സൗമ ഗദിൻ അൻ അദായി സുന്നത്തി സൗമി ബറാഅ ഹാദിഹി സനത്തി ലില്ലാഹി തആല. അതായത് ഈ വർഷത്തെ അദാ ആയ സുന്നത്തായ ശഅബാൻ 15-ന്റെ ബറാഅത്ത് നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി എന്നാണ് ബറാഅത്ത് നോമ്പിന്റെ പ്രത്യേകമായിട്ട് നിയത്ത് ചെയ്യേണ്ടത്. ഇതിന്റെ കൂടെ തന്നെ അയ്യാമുൽ ബീദിൽപ്പെട്ട ദിവസമാണ് ശഅബാൻ 15. അതായത് എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങൾ നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുള്ള ദിവസങ്ങളാണ്. അയ്യാമുൽ ബീദിൽപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ, അതായത് ചന്ദ്രൻ പൂർണ്ണചന്ദ്രനായിട്ട് നിലകൊള്ളും, ആ സമയത്ത് പ്രകാശം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് വെളുത്ത ദിവസങ്ങൾ എന്ന് അർത്ഥമുള്ള അയ്യാമുൽ ബീൽ എന്ന് ഇങ്ങനെയുള്ള ദിവസങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പോൾ ശഅബാൻ 15-ഉം ഇതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ അയ്യാമുൽ ബീലിന്റെ നോമ്പ് കൂടി നമുക്ക് നമ്മുടെ നിയ്യത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സുന്നത്ത് നോമ്പായതുകൊണ്ട് തന്നെ ശഅബാൻ 15-ന്റെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയ്യത്ത് ചെയ്താൽ മതിയാകുന്നതാണ്. ഇനി ഇതിന്റെ കൂടെ തന്നെ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ, മുൻകഴിഞ്ഞ റമദാൻ മാസത്തിലെ ഏതെങ്കിലും നോമ്പ് ഖളാ വീട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും സുബഹിന്റെ മുമ്പ് തന്നെ നിയ്യത്ത് ചെയ്യണം. കാരണം പരിശുദ്ധമായ റമദാനിലെ നോമ്പ് എന്നുള്ളത് ഫറളായതുകൊണ്ട് സുബഹിന്റെ മുമ്പ് തന്നെ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. അത് പ്രത്യേകം